ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല, നമ്മുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ഫ്ലോറൽ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഫ്ലോറൽ അഡാപ്റ്റേഷനാണ് ചെടികൾ പൂക്കളിൽ കാണിക്കുന്നത്. പൂക്കൾ പരാഗണം നടത്താൻ വേണ്ടി പല രൂപത്തിലുള്ള അഡാപ്റ്റേഷൻ പല ആളുകളെ അട്രാക്റ്റ് ചെയ്യും. അതിൽ ചില ആൾക്കാർ ബേർഡുകളെ അട്രാക്റ്റ് ചെയ്യും, ചിലത് ഇൻസെക്ട്സുകളായിരിക്കും അട്രാക്റ്റ് ചെയ്യുക, മറ്റു ചിലർ കാറ്റ് പോലെയുള്ള മഴകൾ പോലെയുള്ള സംഭവങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 3 സാമ്പിളുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 3 സാമ്പിളിനെയും ചിലപ്പോൾ സ്പോട്ടേഴ്സായി എക്സ്പെരിമെൻറ്റുകളിൽ വെക്കും. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ പ്ലാന്റിനെ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് എന്ത് പ്ലാന്റാണ്, എന്ത് കൈൻഡ് ഓഫ് മോർഫോളജിക്കൽ അഡാപ്റ്റേഷനാണ് ഈ പൂക്കളിൽ അവർ പോളിനേഷന് വേണ്ടി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ തുൻബേർജിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഗാർഡനിൽ നിന്നൊക്കെ കിട്ടുന്ന പൂക്കളായിരിക്കും. ചിലപ്പോൾ ഇക്സോറ പോലെയുള്ള ചെടികളെ വെക്കാം. ഇങ്ങനെ വളരെ മനോഹരമായ കളർഫുള്ളായ ഇൻഫ്ലോറസൻസുകൾ വെച്ചേക്കാം. എന്ത് തരത്തിലുള്ള പോളിനേഷനാണ്, എന്ത് അഡാപ്റ്റേഷനാണ് ഇവിടെ ഫ്ലവർ കാണിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചെമ്പരത്തി പൂക്കളെ, ചൈന റോസ്, ഇതിൽ എന്ത് തരത്തിലുള്ള പോളിനേഷനാണ് സാധാരണ രീതിയിൽ നടക്കാറുള്ളത്. നിങ്ങൾ ബേസിക്കലി നാച്ചുറിനെ നമ്മുടെ ചുറ്റുപാടിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ചെമ്പരത്തി പൂക്കളിൽ തേൻ കുടിക്കാൻ വരുന്ന നമ്മുടെ സൺബേർഡുകളെ പോലെയുള്ള പർപ്പിൾ സൺബേർഡ് പോലെയുള്ള കുഞ്ഞു പക്ഷികൾ ഇവിടെ വന്ന് തേൻ കുടിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് പക്ഷികളാണ് പ്രധാനമായിട്ടും ഇവരിൽ പോളിനേഷൻ നടത്താൻ വരുന്ന ഒരാൾ. ഇൻസെക്ട്സുകൾ വരാറുണ്ട്, പക്ഷെ പക്ഷികൾക്ക് വേണ്ടി ഇതിൽ തേൻ കുടിക്കാനുള്ള എല്ലാ സജ്ജീകരണവും കുഞ്ഞു കുരുവികളെ പോലെ. നമുക്ക് ഹമ്മിങ് ബേർഡ് ഇല്ല, ഇന്ത്യയിൽ ഹമ്മിങ് ബേർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹമ്മിങ് ബേർഡിനെ പോലെ തോന്നുന്ന സൺബേർഡുകൾ വന്ന് ഇതിൽ നിന്ന് തേൻ കുടിച്ച് പോകുന്നത് കാണാം. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെയൊക്കെ പറയുമ്പോൾ ഓർണിത്തോഫിലി എന്ന് പറയുന്ന പക്ഷികളിലൂടെ പോളിനേഷൻ നടത്തുന്ന നല്ല കളർഫുള്ളായ അട്രാക്റ്റീവായ, എന്നാൽ ചെടികളിൽ വന്നാൽ ഫ്ലവറിൽ വന്നാൽ ഇവർ റിവാർഡ് കൊടുക്കും എന്ന് ഇവിടെ വന്ന് അവർ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ പക്ഷികളെ സംബന്ധിച്ച് പക്ഷികൾക്ക് നെക്ടർ കിട്ടും. ആ സമയത്ത് ഇവിടെ പോളിനേഷൻ സംഭവിക്കും. സോ അതുകൊണ്ട് ഇത് ഓർണിത്തോഫിലി മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഓർണിത്തോഫിലിയെക്കുറിച്ചും വൈ ഇറ്റ് ഈസ് കളർഫുള്ളാണ് എന്നുള്ളതിനെക്കുറിച്ചും ഇവർ റിവാർഡ് കൊടുക്കുന്ന നെക്ടറൊക്കെ പോലെയുള്ള സംഭവങ്ങൾ റിവാർഡായിട്ട് പക്ഷികൾക്ക് കൊടുക്കുമെന്നൊക്കെ നമുക്കതിൽ കൃത്യമായിട്ട് നമ്മുടെ അതിൻ്റെ ക്യാരക്ടറുകളെ കുറിച്ച് എഴുതാൻ പറ്റും. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫ്ലവർ, ഇതിനെ ബംഗാൾ വൈൻ എന്നും അതുപോലെ തന്നെ സ്കൈ ഫ്ലവർ എന്നും ഒക്കെ പറയും. തുമ്പേർജിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്, നല്ല മനോഹരമായി നിൽക്കുന്ന ചെടിയാണ്. ഇവിടെ പലപ്പോഴും ഇൻസെക്ട്സുകളാണ്, വാസ്പുകളൊക്കെ പോലെയുള്ള കുഞ്ഞു ഇൻസെക്ട്സുകൾ, ബീസൊക്കെയാണ് ഈ ഫ്ലവറിൻ്റെ അകത്തോട്ട് കയറിപ്പോയി പോളിനേഷൻ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇത് ഇൻസെക്ട്സുകളിലൂടെ പോളിനേഷൻ നടത്തുന്നതായതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് എൻഡമോഫിലി പോളിനേഷനാണ് ഇവിടെ സാധ്യമാവുന്നത്. ഇൻസെക്ട്സുകൾ, തേനീച്ചകൾ, ചില പ്രത്യേകതരം വാസ്പുകൾ, വണ്ടുകളൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പോളിനേഷൻ നടത്താൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ഫ്ലവർ എന്ത് മോഡിഫിക്കേഷനാണ്, എന്ത് പോളിനേഷൻ അഡാപ്റ്റേഷനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഇത് ഇൻസെക്റ്റ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവറാണ്. ചെമ്പരത്തി പൂ പോലെയല്ല, ബേർഡുകളെക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്തോട്ട് വന്നു പോകുന്നത് ഇൻസെക്ട്സുകളായിട്ടുള്ള ബീസ് പോലെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻഡമോഫിലിയാണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫ്ലവർ, ഇതിനും നല്ല എന്തുണ്ട്, തേനുണ്ട്. ഇതിൻ്റെ അകത്ത് നെക്ടർ ആയിട്ട് പോളൻ റിവാർഡുകളായിട്ട് അവരെന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് പോളിനേഷൻ റിവാർഡുകളായിട്ട് അവർ നെക്ടർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആർക്ക് കൊടുക്കും, തേനീച്ചകൾക്കൊക്കെ കൊടുക്കും. അടുത്ത ഫ്ലവറാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതൊരു പുൽച്ചെടിയാണ്, നിങ്ങൾക്കറിയാം. ഇതിൻ്റെ റൂട്ട് കണ്ട ഫൈബ്രസ് റൂട്ടാണ്. ഇതൊരു പൊയേഷ്യയാണ് എന്നൊക്കെ അറിയാം. ഇതിൻ്റെ പൂക്കൾക്ക് ഒട്ടും സ്മെല്ലുണ്ടാവില്ല, ഒട്ടും കളറുണ്ടാവില്ല. ഇവരാരെയും അട്രാക്റ്റ് ചെയ്യില്ല. അട്രാക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവരിൽ പോളിനേഷൻ നടത്തുന്നത് കാറ്റുകളിലൂടെയുള്ള പോളിനേഷനാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റിഗ്മകളെയും സ്റ്റെയ്മെൻസിനെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഫെദറി ആയ അപ്പിയറൻസ് കാണാം. നേരെ എക്സ്പോസ്ഡ് ആണ്. കാറ്റടിക്കുമ്പോൾ ഇവരുടെ പോളൻ ഗ്രെയിൻസുകൾ ഒട്ടും സ്റ്റിക്കിയല്ല, ഇവർ കാറ്റിലൂടെ അങ്ങനെ പറന്നു പോകും. പക്ഷേ ബാക്കി 2 ഫ്ലവറിൻ്റെയും പോളൻ ഗ്രെയിനുകൾ സ്റ്റിക്കിയാണ്. ഇവരുടെ പോളൻ ഗ്രെയിൻ സ്റ്റിക്കിയല്ല, അവർ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ പോയിട്ടാണ് ഈ പോളൻ ഗ്രെയിനുകൾ വന്ന് വീഴുക. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുക. അതുകൊണ്ട് ഇവർക്ക് ആരെയും അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാറ്റിലൂടെ മാത്രം പോളിനേഷൻ നടത്തുന്ന പുൽച്ചെടികളാണ് അവർ. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ നമ്മുടെ മുന്നിൽ സ്പോട്ടറായിട്ട് വന്നാൽ നിങ്ങൾ പറയണം ദിസ് ഇസ് വാട്ട് അനിമോഫിലിക് ആണ്. അനിമോഫിലി എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ നടത്തുന്ന പോളിനേഷൻസ് ആണ്. അത്തരത്തിലുള്ള അഡാപ്റ്റേഷനാണ് ഈ പൂക്കളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. കമ്മിങ് ടു ദ 2 other
ഫ്ലവർ. ഈ ഫ്ലവറിൽ നമ്മൾ പറഞ്ഞു എൻഡമോഫിലിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ബേർഡ്സ് ആണ്, അത് ഓർണിത്തോഫിലിയാണ്. ഈ 3 സാമ്പിളുകളാണ് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ അഡാപ്റ്റേഷൻ ചോദിക്കുന്നതിന് സ്പോട്ടറുകളായിട്ട് മുന്നിലുണ്ടാവുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പൂക്കളായിരിക്കും നിങ്ങളുടെ മുന്നിലുണ്ടാവുക. നിങ്ങൾക്ക് പൂക്കളെ കാണുമ്പോഴേ അറിയാം, പുൽച്ചെടിയുടെ പൂക്കൾക്ക് സ്മെല്ലുണ്ടാവില്ല, അത് ഫ്ലോറൽ റിവാർഡിനെ കൊടുക്കൂല. പക്ഷെ ബാക്കി 2 പൂക്കളും എന്ത് ചെയ്യും? പോളിനേറ്റേഴ്സിന് പോളൻ റിവാർഡുകൾ, ഫ്ലോറൽ റിവാർഡുകൾ, പോളിനേഷൻ റിവാർഡുകളൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുന്നത് എന്ന്. റെക്കോർഡിൽ ഇതിൻ്റെ പോയിന്റുകളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലോട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ എത്തുക.